കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് പള്ളിക്കരയിൽ പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും വളരെ അടുത്തായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റാണ്. ഇവിടുന്ന് കാക്കനാടിലേക്ക്, അതായത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടും കൂടിയാണ്, ഒരു വില്ല പ്രോജക്റ്റിനകത്തും കൂടിയാണ്. 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1160 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റാണ്. വീതിയുള്ള ഇന്റേണൽ റോഡാണ് ഇതിന് വന്നുള്ളത്. ബോക്സി ഡിസൈനിലുള്ള എലവേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോമ്പൗണ്ട് വാളിനകത്തൊക്കെ 4-way ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റുമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വന്നു. ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കിണർ വരുന്നുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. ഈ സ്പേസിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഭാഗം വരുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗം കൂടിയാണ്. ഇവിടെയായിട്ടാണ് ബെഡ്റൂം വന്നുള്ളത്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരാം. നമുക്ക് പോർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇത് കവർ ചെയ്ത് ഭംഗിയായിട്ട് വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. നേരെ നമ്മൾ ബാക്കിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അടുക്കളയിൽ നിന്നും ഇറങ്ങുന്ന ഭാഗത്താണ്. കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ്. ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. അതല്ല എങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടൊരു വർക്ക് ഏരിയ എടുക്കാവുന്നതുമാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. സിറ്റൗട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് കയറാം. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് സിംഗിൾ ഡോറായിട്ടാണ്. നല്ല വലിപ്പമുള്ള കട്ടില വന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വന്നു. ലിവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സൗത്ത് സൈഡാണ്. ഇവിടെ ബ്ലൈൻഡ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചർ ഡിസൈനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെയായിട്ട് ഒരു ലിവിങ്ങിനോട് ചേർന്ന് തന്നെയായിട്ട് ഡൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് നമുക്ക് TV വയ്ക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി കയറുന്ന ഭാഗത്തായിട്ട്, അതായത് സ്റ്റെയറിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഇതിന് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് എല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി ഇൻവെർട്ടറും മറ്റും വയ്ക്കാനായിട്ട് നമുക്ക് സ്റ്റെയറിനടിയിൽ സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റിലാണ് കിച്ചൺ വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോപ്പൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ധാരാളം പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണ് കിട്ടിയിട്ടുള്ളത്. വശങ്ങളിലെല്ലാം പവർ പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി വലിപ്പമുള്ള ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് പവർ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ പോയിൻ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ് കിച്ചൺ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 14 അടി നീളവും 10.5 അടി വീതിയും വരുന്നുണ്ട്. ഇതാണ് സൗത്ത് സൈഡ്. ഇത് വെസ്റ്റ് സൈഡാണ്. ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയായിട്ടാണ് നമുക്ക് കബോർഡ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ്. ഇത് ഡൈവേർട്ടറാണ്. റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിൻ്റ്, എക്സോഷനുള്ളൊരു പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് സിംഗിൾ പീസ് ക്ലോസറ്റും ഇവിടെയായിട്ടാണ് നമുക്ക് വാഷ് ബേസിനും കിട്ടിയിട്ടുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മേലേക്ക് കയറാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സ്ക്വയർ ട്യൂബിൽ നാനോ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. നേരെ മേലേക്ക് കയറാം. സ്റ്റെയർ ഏരിയ ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡാണ്. സ്ലൈഡിങ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നേരെ അപ്പർ ലിവിങ്ങിലേക്ക് വരികയാണ്. അപ്പർ ലിവിങ്ങിൽ നിന്ന് കയറുന്ന രീതിയിലാണ് ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന എൻട്രൻസ് വരുന്നത്. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. സെയിം ബെഡ്റൂം തന്നെയാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. 14 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം എന്നുള്ളത്. സെയിം കബോർഡ് തന്നെ ഇതിനും കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതിന് 10 അടി വീതിയും 10.5 അടി നീളവും വന്നിട്ടുണ്ട്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റൊന്നും കൊടുത്തിട്ടുണ്ട്. ബ്ലൈൻഡ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 3 പാളി ജനലാണ് വന്നുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. നമുക്കിനി ഇതിനൊരു യൂട്ടിലിറ്റി സ്പേസും വിത്ത് ബാൽക്കണി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ബാൽക്കണി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനെ ബാൽക്കണി ആയിട്ടും യൂട്ടിലിറ്റി ആയിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഫുള്ള് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു കവേർഡ് ആയിട്ടുള്ള ബാൽക്കണി ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻറ്റും വാട്ടർ പോയിൻറ്റും വന്നുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലും ടഫൻഡ് ഗ്ലാസ് വന്നിട്ടുണ്ട്. താഴെ ഒട്ടിച്ചിരിക്കുന്നത് മാറ്റ് ടൈലാണ് 4x2. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാടിനോട് വളരെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ കാഴ്ചയാണ് കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1160 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. 3 വാഹനങ്ങൾ പാർക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 55 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മറക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.